കയറാൻ വയ്ക്കണില്ല ചേട്ടാ, എല്ലാവരോടും പറയാം ചൂട് സഹിക്കണില്ല. പൊന്നാറ മക്കളെ എങ്ങനെയാണോ ഈ മനുഷ്യന്മാരൊക്കെ പണിയെടുക്കുന്നത്? സംസുഖ എങ്ങനെയാണ് ഓരോ മനുഷ്യന്മാർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നത്? വേറെ ഇരുന്നാലും കാര്യമില്ല, കയറിയല്ലേ പറ്റൂ. എന്ത് ചൂടാന്ന് പറയാ റബ്ബേ. ബോംബെയില് ചൂടാണ് പ്രശ്നം. ചൂടേ എത്ര ഡിഗ്രി ആയിരുന്നു ചൂട്? ഇന്നലെ 1650 ഡിഗ്രി. 1650 ഡിഗ്രി. അത്ര ഡിഗ്രി ഒക്കെ ഉണ്ടോ? അത്ര ഡിഗ്രി എന്ന് വെച്ചാൽ എൻ്റെ ചെറിയ റൂമിനുള്ളിൽ 4 ഫാൻ ഇട്ടിക്കണേ. പിന്നെ സിമെന്റിന്റെ സീറ്റാ. റബ്ബറും സത്യം സിമെന്റിന്റെ സീറ്റും. 1650 ഞാൻ കണ്ടുപിടിച്ചതാ. ഒരു ദിവസം 1650 ഡിഗ്രി റബ്ബാണ് സത്യം. ഞങ്ങൾക്ക് തോന്നിയതാണ്. ഞാൻ സത്യം 2000 കൊടുക്കണം വിചാരിച്ചായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സ് പറഞ്ഞു അത്രക്ക് മാത്രം വേണ്ട, ആൾക്കാർ പേടിക്കുന്നു. എന്നിട്ട് ഞാൻ 1650 ഡിഗ്രി സ്കൂളിലും പോയി. നിങ്ങൾ ഒച്ചും വെള്ളം ഉണ്ടാക്കല് ഇവിടെ യൂട്യൂബിൽ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഓരോന്ന് പറഞ്ഞു. ഇതാ കണ്ടില്ലേ, ഇതൊന്ന് പറഞ്ഞിട്ട് തീർക്കട്ടെ. യൂട്യൂബിൽ എൻ്റെ അനവധി ആൾക്കാരുള്ളതാണ്. നമുക്ക് ലൈക്കുണ്ട്. ഇത് ശിവാജി പാർക്ക് കണ്ടോളി. എൻ്റെ വീഡിയോ കാണിച്ചില്ല. എൻ്റെ വാപ്പ 1961 ബോംബെ വേറെ സംസുക്ക 1961 എൻ്റെ വാപ്പ ബോംബെ വന്നിട്ട് എന്നെ ചെറുപ്പത്തിൽ കൊടുത്തിട്ടുണ്ട്. 7 വയസ്സിൽ. ഇപ്പോൾ 47 വയസ്സായി. 4 പെങ്ങന്മാരാണ്. അതിൻ്റെ താഴെ എനിക്ക് ഞാനൊരു ആൺകുട്ടിയാണ്. അപ്പോൾ എൻ്റെ വാപ്പാക്കും ഉമ്മക്കും ഇന്നും ഭയങ്കര ഇഷ്ടമായിരുന്നു. വാപ്പ പിടിച്ചോണ്ടേ ഉമ്മ പറഞ്ഞു ഇക്കിൻ്റെ കുട്ടനെ കാണും. വാപ്പ പറഞ്ഞു പറ്റില്ല ഇക്കിൻ്റെ. അങ്ങനെ 4 പെങ്ങന്മാർക്ക് ഇഷ്ടം ആൺകുട്ടിയിലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നിട്ട് വാപ്പ എനിക്ക് എല്ലാത്തിനും എന്ത് വേണമെങ്കിലും ചെയ്തു തരും. പറഞ്ഞിട്ട് പറഞ്ഞു ഇപ്പോൾ ക്രിക്കറ്റ് കളിക്കണം എന്നായിരുന്നു. അങ്ങനെ പറഞ്ഞ് ഇപ്പോൾ കുട്ടനെ എന്ത് വേണം ആഗ്രഹങ്ങളൊക്കെ സാധിപ്പിച്ചു തരേണ്ടത് ഞാനാണിത്. ഞാനാണ് എന്നെ ചെറുപ്പത്തിൽ കൊടുത്തിട്ട് ഈ ക്രിക്കറ്റ്. ഞാൻ 7 വയസ്സിൽ ബോംബെക്ക് ഞാനല്ലേ. അങ്ങനെ കളിച്ചപ്പോൾ വിട്ടതൊക്കെ പന്താ മുകളിൽ. ഞാൻ തന്നെയാണ് എന്നെ ചെറുപ്പത്തിൽ എൻ്റെ വാപ്പ കൊടുക്കുന്നത്. 1961. നമുക്ക് ലൈക്കും ഇല്ല സബ്സ്ക്രൈബും ഇല്ല. വല്ലാത്തൊരു മനുഷ്യന്മാരൊക്കെ. അത് ഇങ്ങനെ വെച്ചാൽ ലൈക്കും സർക്കസ് കിട്ടൂലേ? അന്നേരം തെങ്ങിനോ അങ്ങോട്ട് കാണി ഇവിടൊക്കെ ക്രിക്കറ്റ് കളിക്കണൊക്കെ. നമുക്ക് ചൂട് സഹിക്കാൻ വയ്യ. എന്താ ഇങ്ങോട്ട് പറയാം. തെങ്ങിൻ്റെ മുകളിൽ ഉറുമ്പിൻ്റെ കടിയാണ് സഹിക്കാൻ വയ്യ. രണ്ടാമത്തെ കാല് വേദനിച്ചിട്ട് കൊണ്ടാണ് ട്യൂബ് ഇട്ടുകൊണ്ടൊക്കെ. ആരെ 3/4 മണിക്കൂർ തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുക. 3/4 മണിക്കൂർ തെങ്ങിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ കാലിൻ്റെ അടിയും ഇതൊക്കെ വേദനിക്കുകയാണ്. ഇവിടെ കാണി കംപ്ലീറ്റ് കണ്ടില്ലേ. ഇവിടെ രാവിലെ ഹോക്കിംഗ് ഗ്രൗണ്ടിൽ ഇവിടെ കളിക്കാൻ വരുന്ന ആൾക്കാരാണ്. മനസ്സിന് സമാധാനം എന്തെങ്കിലുമൊക്കെ എടുത്ത് വിടുമ്പോൾ. സബ്സ്ക്രൈബ് കുറേ ആൾക്കാർ 1500 സബ്സ്ക്രൈബ് ഉണ്ട്. കുറച്ച് നമുക്ക് അവർക്ക് വേണ്ടി ദുആ ചെയ്യണം കേട്ടോ. നല്ല മനുഷ്യന്മാരാ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊക്കെ. സബ്സ്ക്രൈബ് എന്താ പറയുക? സബ്സ്ക്രൈബ് നിങ്ങളൊക്കെ നല്ല മനുഷ്യന്മാർ. നിങ്ങൾക്കൊക്കെ രാവിലെ സുബഹിസ്കരിപ്പോൾ എല്ലാവർക്കും എൻ്റെ ദുആ ഉണ്ട്. ഇങ്ങനത്തെ ഉള്ള ആൾക്കാരെ ദുആ കിട്ടിയാൽ മതി. നിങ്ങളൊക്കെ നേരാവാണ്. ഞാൻ അതല്ല, നിങ്ങളൊക്കെ ദുആ മനസ്സറിഞ്ഞ് ദുആ ചെയ്താൽ ഓരോ മനുഷ്യർക്കും അല്ലാഹു ഹിന്ദുവായി മുസ്ലിമായി ക്രിസ്ത്യാനായി ഏത് മതങ്ങളായിക്കോട്ടെ ഞങ്ങൾ ഹൃദയത്തിൽ ചേർത്തൊക്കെ നടക്കാറാണ് എല്ലാവരും. ഇവിടെ എന്ത് തരം എക്സസൈസ് ഒക്കെ ചെയ്യണം? ഇവിടെ എല്ലാവരും ഉണ്ട് പല തരത്തിൽ. എങ്ങനെ വേണമെങ്കിലും കാണാം. ഞങ്ങൾ കൂടുതൽ പറഞ്ഞാൽ സൂര്യ ഉദിക്കുന്നതിന് മുന്നേ തെങ്ങിൻ്റെ മുകളിൽ കയറണം. ഇവിടെ കാണി തെങ്ങ് മറ്റേ ഓല വെട്ടിയത്. ഇങ്ങനെയൊക്കെ ഓല വെട്ടിക്കഴിഞ്ഞാൽ ആൾ തളരുക. അപ്പോൾ ഇനി കൂടുതൽ പോകണില്ല. ഇന്നത്തെ വീഡിയോ ഇന്ന് എത്രാം തീയതി? 23-ാം തീയതി 23/4/2025 വീഡിയോ. നമ്മളെ വീഡിയോ ഒന്നും ഒരാൾ കാണില്ലെന്നോ. എല്ലാവർക്കും വെറുപ്പാണ്. എന്നെ കാണാൻ എല്ലാവർക്കും വെറുപ്പാണ്. അങ്ങനെയുണ്ട്. നമ്മളെപ്പോലത്തെ പണിക്കാരൊന്നും നിങ്ങൾക്ക് ആർക്കും കണ്ണി പിടിക്കും. എൻ്റെ സംശയക്കടത്ത കൊടുത്ത് തന്നിക്കണ കാണി ഇതൊന്നും തുറന്നാൽ വേഗം ടൈം ആയി കഴിഞ്ഞാൽ ആൾക്കാർ കാണൂല. കണ്ടില്ലേ സംശയക്കടത്ത പാവംക്ക് വേണ്ടിയിട്ട് എനിക്കും സംശയക്കാർക്കും വേണ്ടിയിട്ട് കോഴിമുട്ട പുഴുങ്ങിയതും. ഇങ്ങനെയുള്ള പെങ്ങന്മാരൊക്കെ ഉണ്ട് ഈ ഭൂമിയിൽ. ആലുവയുള്ള മനുഷ്യനാണ് ഞാൻ. കുറ്റിപ്പുറമുള്ളതാണ്. നോക്കണം. ഇവിടെ വന്നിട്ടാണ് ഹൃദയങ്ങൾ തമ്മിൽ ബന്ധപ്പെടുന്നത്. അല്ലാഹു ഇതുപോലെ എല്ലാവരും കൂട്ടിച്ചേർക്കാനും കണ്ടുമുട്ടാനും യൂട്യൂബിലുള്ളവരും ഇങ്ങനെയൊക്കെയാണ് ഓരോ മനുഷ്യന്മാർ തമ്മിൽ സഹായങ്ങളൊക്കെ കടന്നു വരിക. കൂടുതൽ പറഞ്ഞു സാധിക്കും.